ശിവൻ ഒരിക്കൽ പറയുകയുണ്ടായി, റിലാക്സേഷൻ അതായത് അക്സെപ്റ്റൻസ് ആണ് എല്ലാത്തിലും വലിയ അഭ്യാസമെന്ന്. അതായത് നിങ്ങൾ ഒരു കാര്യത്തിലും ഫൈറ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ, ഒന്നിനു വേണ്ടിയും ഒരു ആറ്റിറ്റ്യൂഡ് ഇടാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം സ്വാഭാവികമായി നേടാൻ സാധിക്കും. അതായത് റിലാക്സേഷനാണ് ഏറ്റവും ഹയസ്റ്റ് ഫോം ഓഫ് യോഗ എന്ന് പറയും, ഏറ്റവും ഹയസ്റ്റ് ഫോം ഓഫ് ഇൻ്റലിജൻസ് എന്നൊക്കെ പറയുന്ന പോലെ. അതായത് ജീവിതമായി തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്ന ഒരാൾക്ക് ഒന്നും തന്നെ അയാളെ ബാധിക്കില്ല. കാരണം നമുക്ക് ഈ യുഗാന്തരങ്ങൾ കടന്നു വന്നതാണ് ഓരോ മനുഷ്യജീവനും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മനുഷ്യജീവൻ എന്ന് പറഞ്ഞാൽ ഈ ഫിസിക്കൽ ബോഡിയെ പറ്റിയല്ല ഞാൻ പറയുന്നത്, നമ്മുടെ എസൻസ് എന്ന് പറയുന്നത്, നമ്മുടെ ഉള്ളിലെ ആ ഒരു ഈഗോയെ പറ്റിയാണ് പറയുന്നത്. ഈ യുഗാന്തരങ്ങൾ കടന്നു വന്ന ഈഗോയ്ക്ക് കാര്യങ്ങൾ വിട്ടുകൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ഇത്രയും നൂറ്റാണ്ടുകൾ കൊണ്ട് ഒരുപാട് വാസനകൾ നേടിയെടുത്തു കഴിഞ്ഞു. വാസനകളെന്ന് പറഞ്ഞാൽ ഹാബിറ്റ്, ഓരോരോ സ്വഭാവങ്ങളെന്നൊക്കെ തന്നെ പറയാം നമുക്ക്, ബേസിക്കലി സാധാരണക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടി. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ അക്യുമുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ വാസനകളാണ് നമ്മളെ എല്ലാം നിയന്ത്രിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഒന്ന് റിലാക്സായി സ്വസ്ഥമായി ഇരിക്കാൻ നമുക്ക് സാധിക്കില്ല. കാരണം നമ്മളെപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും, നമ്മൾ എന്തെങ്കിലുമൊക്കെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. കാരണം കൺട്രോൾ ഇല്ലാതെ നമുക്ക് നിലനിൽക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഒരു പിരിമുറുക്കത്തിലായിരിക്കും. കാരണം ഒരു സെക്കൻഡ് റിലാക്സ് ആവാൻ എത്ര പേർക്ക് സാധിക്കും? ഞാൻ വളരെ റെയറസ്റ്റ് ഓഫ് ദി റെയറസ്റ്റ് ആയിട്ടാണ് ചില ആളുകളെ കണ്ടിട്ടുള്ളത് റിലാക്സ് ആയി ഒരു 5 മിനിറ്റെങ്കിലും ഇരിക്കാൻ കഴിയുന്നവർ. നമ്മളാരും വെറുതെ ഇരിക്കാറില്ല. നമ്മൾ വെറുതെ ഇരിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് നമ്മളൊന്നൊരു ഫോണിലോ ടി വിയിലോ എന്തെങ്കിലും വായിച്ചുകൊണ്ടോ ഒക്കെ ഇരിക്കുകയായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ച് അടുത്ത കാര്യം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഇതെല്ലാം എഫേർട്ടോടു കൂടി സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഈ കോൺസ്റ്റൻ്റ് ആയിട്ട് നടക്കുന്ന എഫേർട്ടാണ് ആളുകളെ വളരെ പെട്ടെന്ന് എക്സോസ്റ്റഡ് ആക്കുന്നത്. ഈ എക്സോഷൻ കാരണം പലരും പെട്ടെന്ന് തളർന്നു പോകും. ഒരു ദിവസം ഒരു കുറച്ച് നേരം തന്നെ ഉണർന്നിരിക്കുമ്പോൾ തന്നെ ആളുകൾ വളരെ ടയേർഡായി പോകുന്നതിൻ്റെ റീസൺ ഈ മാനസികമായി സൈക്കോളജിക്കലായി നടക്കുന്ന ഈ എഫേർട്ടിൻ്റെ ഒരു റിസൾട്ടാണ്. അത് നമ്മളെ ബേൺ ഔട്ട് ആക്കും. ഞാൻ പറഞ്ഞത് ഇവിടെ റിലാക്സേഷനാണ് നമുക്ക് ശരിക്കും വേണ്ടത്. എന്ത് വന്നാലും അതിനെ അക്സെപ്റ്റ് ചെയ്യും. എന്നുവെച്ചാൽ നമ്മൾ ഈ വരുന്ന കാര്യങ്ങളെല്ലാം അങ്ങ് ഏറ്റെടുക്കുക ഒന്നും വേണ്ട. ലെറ്റ് ഇറ്റ് ബി, അതങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിക്കാനുള്ള മനസ്സാണ് നമുക്ക് ആദ്യം വേണ്ടത്. അതാണ് ഒരു സ്റ്റെബിലിറ്റി ഉള്ള മനസ്സ്, അതാണ് സാത്വികമായ ഒരു ഭാവമുള്ള മനസ്സ്. ഇത്തരം ഒരു മനസ്സ് കീപ്പപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആദ്യം കുറച്ച് എഫേർട്ടോട് കൂടി തന്നെ ഈ സംഭവിക്കുന്ന കാര്യങ്ങളെയൊക്കെ അങ്ങ് വെറുതെ വിടാൻ നിങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ പയ്യെ നിങ്ങളുടെ വാസനകൾ കുറയും. നിങ്ങളുടെ വാസനകൾ കുറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ ജീവിതത്തിൽ ഒഴുകി പോകാൻ സാധിക്കും. അതായത് ഇവിടെ നടക്കുന്ന യാതൊരു കാര്യവും നിങ്ങളെ ബാധിക്കില്ല. ഇവിടെ എന്ത് തന്നെ സംഭവിച്ചാലും അത് നിങ്ങളുടെ ഉള്ളിലൂടെ കടന്നു പോകും. നിങ്ങളുടെ ഈഗോ എന്ന് പറയുന്നത്, നമ്മുടെ സെൽഫ് എന്ന് പറയുന്നത്, നമ്മുടെ കാലാകാലങ്ങളിൽ നമ്മൾ അക്യുമുലേറ്റ് ചെയ്ത, നമ്മൾ പഠിച്ചതും കേട്ടതും അറിഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൂടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഉള്ളിലെല്ലാം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്ന എൻറ്റിറ്റിക്ക് ബലമില്ലാതായി മാറും. ഈ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്ന കൺട്രോളറും കൺട്രോളിങ്ങും ഒന്നാണ് നമ്മൾ മനസ്സിലാക്കണം. കൺട്രോളർ ഈസ് ദി കൺട്രോൾഡ് എന്ന് പറയും. അതായത് ഈ കൺട്രോൾ നമ്മളിപ്പോൾ ഒരു കാര്യം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇത് ആരാണ് ഈ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നത്? ആ കൺട്രോളർ തന്നെയാണ് ഈ കൺട്രോൾഡ് എന്ന് പറയുന്നത്. അത് എത്ര പേര് ക്യാച്ച് ചെയ്യുന്നത് എനിക്കറിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൺട്രോളിങ് എന്ന് പറയുന്നൊരു പ്രോസസ്സ് നടക്കുമ്പോൾ മാത്രമേ കൺട്രോളറിന് എക്സിസ്റ്റൻസ് ഉള്ളൂ. ഈ കൺട്രോളിങ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ ഒരു എല്ലാം നിയന്ത്രിക്കാനുള്ള ശ്രമം ഇവിടെ ഇല്ലെങ്കിൽ ഈ കൺട്രോളർ എന്ന് പറയുന്ന ഈ എൻറ്റിറ്റിക്ക് നിലനിൽപ്പില്ല. അത് ഇഫ് യു ആർ ലെറ്റിംഗ് ഗോ ഓഫ് എവറിത്തിങ്, ഇതെല്ലാം ഇങ്ങനെ സംഭവിക്കട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ ഇത് കൺട്രോൾ ചെയ്യാനും നിയന്ത്രിക്കാനും ഒക്കെ ശ്രമിക്കുന്ന ഒരു എൻറ്റിറ്റി ഉണ്ടല്ലോ, ആ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടല്ലോ, ആ ഒരു ഐഡൻറ്റിറ്റിക്ക് നിലനിൽപ്പില്ലാതാവും. കാരണം ഈ ചെയ്യുന്ന ആക്ടിവിറ്റികളാണ് ഇതിനെ നിലനിർത്തുന്നത്. നിങ്ങൾക്കൊരു ചിന്ത വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് തിങ്കർ ഈസ് ദ തോട്ട് എന്ന് പറയും. അതായത് ചിന്തിക്കുന്നത് ആരാണോ അത് തന്നെ ഒരു ചിന്തയാണ്. അത് രണ്ടല്ല. അതുകൊണ്ടാണ് ഈ ചിന്തകളുള്ളത് കൊണ്ടാണ് ചിന്തകന് നിലനിൽപ്പുള്ളത്. ചിന്തകളില്ലെങ്കിൽ ചിന്തകന് നിലനിൽപ്പില്ല, ചിന്തകനില്ലെങ്കിൽ ചിന്തകൾക്ക് നിലനിൽപ്പില്ല. വളരെ കൺഫ്യൂസിങ് ആണെന്ന് എനിക്കറിയാം. ഇതൊരു കൈൻഡ് ഓഫ് ഒരു പാരഡോക്സ് ആണ്, ഒരു വിരോധാഭാസം തന്നെയാണ്. പക്ഷേ ഇത് നമ്മൾ വളരെ എന്താ പറയുക, ശാസ്ത്രീയമായി കീറി മുറിച്ച് പഠിക്കാൻ ശ്രമിച്ചാൽ മനസ്സിലാവാൻ സാധ്യതയില്ല. കാരണം നമ്മളിവിടെ അനലൈസേഷനാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ അനലൈസേഷൻ്റെ പ്രശ്നം എന്താണ്? അനലൈസർ ഈസ് ദി അനലൈസ്ഡ്. എന്താണോ അനലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നത് അതാരാണ് ചെയ്യുന്നത്? രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പം നമുക്കത് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നമ്മൾ കാണുന്നൊരു ഇല്യൂഷനിലാണ് സംഭവിക്കുന്നത്. അത് കാരണം തന്നെ അതിൻ്റെ റിയാലിറ്റി അപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ബേസിക്കലി ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം അല്ലെങ്കിൽ ഈ റിയാലിറ്റി മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പമുള്ള വഴി മനസ്സും മറ്റു കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഒന്നും ചിന്തിക്കാതെ ഒരു വെജിറ്റബിളായിട്ട് ഒരു വെജിറ്റേറ്റീവ് സ്റ്റേറ്റിൽ ഇങ്ങനെ സ്തംഭിച്ചിരിക്കണം എന്നല്ല ഞാൻ പറയുന്നത്.
അങ്ങനെ ചെയ്തത് കഴിഞ്ഞാൽ അത് വേറൊരു സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു എഫേർട്ടോട് കൂടിയ ആക്ടിവിറ്റിയായി മാറുകയുള്ളൂ. നമുക്ക് വേണ്ടത് എഫേർട്ട്ലെസ്നെസ് ആണ്. അതായത് വളരെ സ്വാഭാവികതയോടുകൂടി ഇരിക്കാനാണ് സാധിക്കേണ്ടത്. സ്വാഭാവികതയോടുകൂടി ഇരിക്കാൻ സാധിക്കണമെങ്കിൽ ആദ്യം നമ്മുടെ ഉള്ളിലെ എൻറ്റിറ്റി പിടിമുറുക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ആ പിടി നമ്മൾ ലൂസാക്കണം. അതായത് ബേസിക്കലി റിലാക്സേഷനാണ് സംഭവിക്കേണ്ടത്. നിങ്ങൾ കുറച്ച് നേരം ഒരിടത്തിരുന്ന് റിലാക്സ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെയും ശ്രമം, എഫേർട്ടാണ് സംഭവിക്കുന്നത്. ആ എഫേർട്ടിലും റിലാക്സേഷൻ ഇല്ല. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഒരിടത്ത് 5 മിനിറ്റ് ഇരിക്കുമ്പോൾ എന്താണോ അത് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിക്കണം. അപ്പോൾ എന്ത് സംഭവിച്ചാലും അത് അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിരിക്കണം. ആ സംഭവിക്കുന്ന കാര്യം മോശമായാലും നല്ലതായാലും അത് നിങ്ങൾ ഏറ്റെടുക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ലെറ്റ് ഇറ്റ് ബി. ഇപ്പോൾ ഇത് എന്നുള്ളൊരു മാനസികാവസ്ഥയിൽ നമ്മൾ ഇരിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ആ ഒരു മാനസികാവസ്ഥ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഓബിയസ്ലി പ്യുവറായിട്ടുള്ള റിലാക്സേഷൻ നിങ്ങൾക്ക് സംഭവിക്കും. ഈ പ്യുവറായിട്ടുള്ള റിലാക്സേഷൻ സംഭവിക്കുമ്പോൾ ബേസിക്കലി ഉണ്ടാകുന്ന മാറ്റം വളരെ ഓപ്പൺ ആയിട്ടുള്ളൊരു അവയർനെസ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു ഓപ്പൺനെസ് ഉണ്ടാവും. കാരണം നമ്മുടെ ചുറ്റിനും ഈ വോളുകൾ ക്രിയേറ്റ് ചെയ്ത് നമ്മളെ ഈ അടഞ്ഞ ഒരു മനുഷ്യനാക്കി മാറ്റുന്നത് നമ്മുടെ ഈഗോ, നമ്മുടെ സെൽഫ് ഐഡൻറ്റിറ്റി, നമ്മുടെ ഉള്ളിലുള്ള കൺട്രോൾഡും ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ആണ്. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ തുറന്നങ്ങ് വിടുകയാണ്. ഇതിനെല്ലാം തുറന്നു വിട്ട് കഴിയുമ്പോൾ നമുക്ക് എന്തിനേയും അക്സെപ്റ്റ് ചെയ്യാനും എന്തുമായും ഡീൽ ചെയ്യാൻ സാധിക്കും. നമ്മുടെ മനസ്സ് എത്രത്തോളം അടഞ്ഞതാണെന്ന് നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഓരോരോ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്ത് നോക്കണം. നിങ്ങൾ യാത്രകൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മൾ മുമ്പ് കണ്ട കാഴ്ചകളോ നമ്മൾ മുമ്പ് പഠിച്ച കാര്യങ്ങളോ അല്ലാത്തൊരു കാര്യം കാണുമ്പോൾ, ഇപ്പം നമ്മളെ മതത്തിൽപ്പെട്ട ആളെ അല്ലാത്തൊരാളെ കാണുമ്പോൾ നമ്മളത് വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യും. അവരെ ചില ആക്ടിവിറ്റീസും ചില പ്രവർത്തനങ്ങളും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യും. നമ്മുടെ ഉള്ളിൽ ഒരു അടഞ്ഞ ഒരു സെൽഫ് എൻറ്റിറ്റി ഉള്ളതുകൊണ്ടാണ് നമ്മളത് ഡിസ്റ്റർബ് ചെയ്യുന്നത്. നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ട ആളായാലും ഇതേ കാര്യം തന്നെ നിങ്ങളൊരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിയിൽ വിശ്വസിക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു ഐഡിയോളജി കാണുമ്പോൾ അത് നിങ്ങളെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യും. നമ്മളെപ്പോഴും ഓപ്പൺ ആയിരിക്കണം. ഏത് ഐഡിയോളജി ആണോ അല്ലെങ്കിൽ ഏത് കാഴ്ചപ്പാടാണോ സംഭവിക്കുന്നത് അതെല്ലാം നിങ്ങളങ്ങ് ഏറ്റെടുത്ത് അതെല്ലാം ഉൾക്കൊള്ളണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അത് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാത്തൊരു കാര്യമായി മാറണം. നമ്മൾ അത്രത്തോളം റിലാക്സ്ഡായി നമുക്ക് എല്ലാത്തിനെയും ഒരു ഈസിനെസ്സോടുകൂടി അപ്രോച്ച് ചെയ്യാൻ സാധിക്കണം. അങ്ങനെ ഈസിയായി നമുക്ക് ഇത്തരം കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യാൻ സാധിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മളെ ഇൻറ്റേർണലി സൈക്കോളജിക്കലി ബാധിക്കാതെ ആവും. സൈക്കോളജിക്കലി ബാധിക്കാതെ ആകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? സൈക്കോളജിക്കലി ഇത്തരം കാര്യങ്ങൾ നമ്മളെ ബാധിക്കാതെ ആകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുക. ഇതിനെപ്പറ്റി എപ്പോഴും ഞാൻ പറഞ്ഞു തരുന്നത് ജിദ്ദു കൃഷ്ണമൂർത്തിയാണ്. പക്ഷേ ഇത് ശൈവിസത്തിലും പഴയ ശിവപുരാണത്തിലുമൊക്കെ പറഞ്ഞതായിട്ടാണ് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതായത് റിലാക്സേഷൻ, പ്യുവർ റിലാക്സേഷൻ സംഭവിക്കുക, ഒരു ഈസിനെസ് സംഭവിക്കുക എന്ന് പറയും. ആ ഒരു പ്യുവർ റിലാക്സേഷൻ സ്റ്റേറ്റിൽ ഈ ഓപ്പൺ അവയർനെസ് ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ ജീവിക്കുന്നത് വളരെ എഫേർട്ട്ലെസ് ആയിട്ടാണ്. നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റിയിലും ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യില്ല. നിങ്ങൾ രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെ എന്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളായാലും എന്ത് ശാരീരിക അധ്വാനം ചെയ്താലും നിങ്ങൾക്കൊരു മാനസികമായ തളർച്ചയോ ഉണ്ടാവില്ല. നിങ്ങൾ മാനസികമായി വളരെ ആക്റ്റീവായി, വളരെ ഹാപ്പിയായി, വളരെ ഈസിനെസ്സോടുകൂടി മൂവ് ചെയ്യും. അത് നിങ്ങളുടെ ശരീരത്തിലും ഒരു റിഫ്ലക്റ്റ് ചെയ്യുക എന്നുള്ള കാര്യത്തിലും സംശയമൊന്നും വേണ്ട. സോ ബേസിക്കലി ഈ ഒരു ഈസിനെസ്, ഈ ഒരു ജീവിതത്തിലൂടെ ഒഴുകിപ്പോകുന്ന ഒരു ആറ്റിറ്റ്യൂഡ്, ഇതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ അപ്പോഴും എഫേർട്ടിനും മെത്തേഡിനും ഒരു പ്രാധാന്യം വരും. പൊതുവേ ഞാൻ മെത്തേഡുകൾ പ്രോത്സാഹിപ്പിക്കാറില്ലെങ്കിലും ചില സാഹചര്യങ്ങളിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ചില ഭാഗങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ചിലപ്പോൾ മെത്തേഡുകൾ ആവശ്യമായി വരും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ചിലപ്പോൾ ഒരു മെത്തേഡിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും പിന്നീട് ആ മെത്തേഡിനെ ഉപേക്ഷിക്കാൻ വേണ്ടി. ഒബിയസ്ലി ക്ലൈമാക്സിൽ നമ്മൾ എപ്പോഴും മെത്തേഡിനെ ഉപേക്ഷിച്ചാലേ പറ്റുള്ളൂ. ഒരു മെത്തേഡും ഇല്ലാതെ തന്നെ അച്ചീവ് ചെയ്യാൻ കഴിയുന്ന സ്റ്റേറ്റിലേക്ക് നമ്മൾ പോയാലേ പറ്റുള്ളൂ. ദർ ഈസ് നോ അതർ വേ അറൗണ്ട് ഇറ്റ്. ആ ഒരു സ്റ്റേറ്റിലേക്ക് നമ്മൾ എപ്പോഴാണോ എത്തുന്നത് അതാണ് ഏറ്റവും ഉയർന്ന അവസ്ഥ. ഇപ്പം മന്ത്രജപമായാലും പല ക്രിയകൾ, യോഗകൾ, ഈ ഫോർമൽ മെഡിറ്റേഷൻ, ഇത്തരം കാര്യങ്ങളിലെല്ലാം അപ്പുറത്തേക്ക് നമ്മൾ എത്തുമ്പോഴാണ് നമ്മൾ ശരിക്കും ഒരു ഉയർന്ന ചിന്താ നിലവാരത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഉയർന്ന കോൺഷ്യസ് ലെവലിലേക്ക് എത്തിയെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അവിടെയും കഴിഞ്ഞിട്ടില്ല, അതിനും പിന്നെ മേലേക്ക് പോകേണ്ടി. പിന്നെ മേലേക്ക് പോകേണ്ടത് നമ്മളല്ല ചെയ്യേണ്ടത്. നമ്മൾ ആ റിലാക്സീവ് സ്റ്റേറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഓപ്പണായി ഈസോടുകൂടി ഒന്നിലും ബോധമല്ലാതെ ഇങ്ങനെ ഇരിക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ പിന്നെയാണ് ധ്യാനം, പിന്നെയാണ് യഥാർത്ഥ ധ്യാനം, പിന്നെയാണ് യഥാർത്ഥ മെഡിറ്റേഷൻ. യഥാർത്ഥ മെഡിറ്റേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ സാധിക്കില്ല. അത് സ്വാഭാവികമായി സംഭവിക്കേണ്ട ഒരു കാര്യമാണ്. ഈ റിലാക്സും ഈ ഒരു ഓപ്പൺനെസ്സും ഉള്ള ഒരാൾക്ക് മാത്രമേ സ്വാഭാവികമായി മെഡിറ്റേഷൻ സംഭവിക്കുകയുള്ളൂ. നമുക്കിത് പണ്ടൊക്കെ ഉണ്ടായിരുന്നൊരു കാര്യമാണ്. അതായത് മിക്ക ആളുകൾക്കും കുട്ടിയായിരുന്നപ്പോഴത്തേക്കും ഈ ഒരു ഓപ്പൺനെസ് ഉണ്ടായിരുന്നു, ഈ ഒരു റിലാക്സീവ് സ്റ്റേറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് കുട്ടിയായിരുന്നപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കാനും വളരെ ഓപ്പൺ ആയിരിക്കാനും സാധിച്ചത്. ഒരു കുഞ്ഞു കുട്ടിക്ക് ഒരു ചെറിയ കരിവണ്ടിൻ്റെ ഡെഡ് ബോഡി കിട്ടിയാൽ അത് കണ്ടാൽ തന്നെ ഭയങ്കര സന്തോഷം ഉണ്ടാകുമായിരുന്നു. ഇന്ന് നമ്മുടെ ഉള്ളിലെ വോയിഡ്, നമ്മുടെ ഉള്ളിലെ ആ ഒരു ശൂന്യതയെ നമ്മൾ
എന്തെല്ലാം വാരി ഇട്ടാലും നിറയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മൾ പോയി. നമുക്കൊന്നും റിലാക്സ് ചെയ്യാൻ സാധിക്കുന്നില്ല, ഒന്നിലും സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. എന്നാൽ നിങ്ങൾ ആ ഒരു റിലാക്സ്ഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡിലേക്ക് വരികയാണെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കും. ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ഭയങ്കര ഒരു സമാധാനവും ബ്ലിസ്സും ഉള്ളൊരു മനസ്സ് തരും. ഈ മനസ്സിലാണ് ഇത് മെഡിറ്റേഷൻ സംഭവിക്കുന്നത്. ഈ മനസ്സിൽ മെഡിറ്റേഷൻ സംഭവിക്കുമ്പോഴാണ് ഈ ഓപ്പൺ അവയർനെസ് എന്ന് പറയുന്ന കാര്യം പ്യുവർ അവയർനെസ് ആയിട്ട് മാറുന്നത്. അതായത് ശുദ്ധമായ ബോധമായിട്ട് മാറുന്നത്. ശുദ്ധമായ ബോധമായിട്ട് മാറിക്കഴിഞ്ഞ് പിന്നെ എന്ത് സംഭവിക്കും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾക്ക് നേരിട്ട് അറിയാവുന്നൊരു കാര്യമാണ്. നേരിട്ട് അറിഞ്ഞാൽ മാത്രമേ അത് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാനും സാധിക്കുകയുള്ളൂ. അല്ലാതെ ഇപ്പോൾ വാക്കുകൾ കൊണ്ട് നമ്മൾ എത്ര പറഞ്ഞാലും അത് മനസ്സിൽ നിന്ന് വരുന്ന ഒരു പ്രോഡക്റ്റായിട്ട് മാറും. മനസ്സിൽ നിന്ന് വരുന്ന ഒരു പ്രോഡക്റ്റ് കൊണ്ട് ആ ഒരു എൻറ്റിറ്റി അല്ലെങ്കിൽ ആ ഒരു പ്രതിഭാസത്തെ നമുക്ക് വിശദീകരിക്കാൻ സാധിക്കില്ല. അത് പ്രതിഭാസം എന്നൊരു വാക്ക് ഉപയോഗിക്കുന്ന പോലും തെറ്റാണ് ശരിക്കും പറഞ്ഞാൽ. എനിവേ, അതുകൊണ്ട് നിങ്ങൾ റിലാക്സ് ചെയ്യാൻ പഠിക്കുക. ശിവൻ പറഞ്ഞതുകൊണ്ടോ രമണ മഹർഷി പറഞ്ഞതുകൊണ്ടോ ജിദ്ദു കൃഷ്ണമൂർത്തി പറഞ്ഞതുകൊണ്ടോ അല്ല അത് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങളത് ചെയ്യേണ്ടത്, മറ്റാർക്കും വേണ്ടിയല്ല. ഓക്കെ, താങ്ക് യു.